ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 ഡിസംബർ 11 വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുമാണ്. യെശയ്യാ പ്രവാചകന്റെ 1-ാമത്തെ വായനയിൽ നിന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത്, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട എന്ന്. നമ്മുടെ വലതുകൈ ദൈവം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഒരു പ്രതിസന്ധികളെ ഓർത്ത് ഭയപ്പെടേണ്ട എന്ന സ്വർഗത്തിന്റെ ഉറപ്പാണ് 1-ാമത്തെ വായന നമുക്ക് നൽകുന്നത്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ചോദിക്കുന്നു, വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ എന്ന്. കാരണം യോഹന്നാന്റെ ശിഷ്യന്മാരിലെ അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയും ഒരുപക്ഷെ യോഹന്നാന് പോലും തോന്നിയിട്ടുണ്ടാകുമോ വരാനിരിക്കുന്നവൻ ഇവൻ തന്നെ ആണോ എന്ന്. യേശു എന്താണ് അതിന് അവരോട് പറയുന്ന മറുപടി? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, മിശിഹ ഈ ഭൂമിയിലേക്ക് വരുമ്പോ അന്ധർക്ക് കാഴ്ച ലഭിക്കുന്നു, കുരുട കാണുന്നു, മുടന്ത നടക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും രോഗാവസ്ഥകളിലും കുറവുകളിലും ഇടപെടുന്ന ഒരു മിശിഹ. യേശു അവരോട് പറയുന്നു, ഇവിടെ കാണുന്നത് പോയി നിങ്ങൾ യോഹന്നാനോട് പറയുക. എന്താണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അന്ധർക്ക് കാഴ്ച ലഭിക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, അതുപോലെ മുടന്തർ നടക്കുന്നു. യേശു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ യോഹന്നാന്റെ ശിഷ്യന്മാർ കാണുകയും അതവർ തീർച്ചയായിട്ടും യോഹന്നാനെ പോയി ധരിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോ നമ്മളും യേശുവിൽ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 6 വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്നിൽ ഇടർച്ച തോന്നാത്തവർ ഭാഗ്യവാന്മാരെന്ന്. യേശുവിൽ ഇടർച്ച തോന്നാത്തവർ ഭാഗ്യവാന്മാരാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ വരാനിരിക്കുന്ന രക്ഷകൻ യേശു തന്നെയാണെന്ന് യോഹന്നാന്റെ ശിഷ്യന്മാരെ അവിടുന്ന് ബോധ്യപ്പെടുത്തുന്നത് പോലെ നമ്മളെയും ബോധ്യപ്പെടുത്തുകയാണ്, വരാനിരിക്കുന്ന രക്ഷകൻ ഞാൻ തന്നെയാണ് എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ വലതുകൈ നീ പിടിച്ചിരിക്കുന്നുവെന്ന ഇന്നത്തെ 1-ാമത്തെ വായനയിലൂടെ നീ ഞങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുന്ന ദൈവമേ, ഞങ്ങളുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഒരുപക്ഷെ രോഗാവസ്ഥകളിൽ, കടബാധിതകളിൽ, ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിൽ ഞങ്ങൾ ഇടറിപ്പോയിട്ടുണ്ട്. കുറെ പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ടും ഉത്തരം കിട്ടാത്തതിന്റെ പേരിൽ, ഞങ്ങളുടേതല്ലാത്ത കാരണത്തിന്റെ പേരിൽ ഞങ്ങൾ സഹിക്കേണ്ടി വരുമ്പോ ഈശോയെ, നിനക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ എന്ന്
പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈശോ, ഈ ആരാധനയുടെ നിമിഷത്തിൽ എല്ലാ രോഗികൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതിമാർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീടുപണി പൂർത്തിയാകാതെ വിഷമിക്കുന്ന മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടബാധിത മൂലം ഈശോയെ ഒത്തിരി സഹോദരങ്ങൾ വിഷമിക്കുന്നുണ്ട്. ഈശോയെ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, ഇങ്ങനെ നിരവധിയായ പ്രാർത്ഥനകൾ നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.